കോർണർ ടു കോർണർ. ഞങ്ങളുടെയൊക്കെ കാലത്തെ ബേക്കറിയിൽ കിട്ടുന്നത് പച്ചറൊട്ടി എന്നാണ് പറഞ്ഞത്, ബ്രെഡ് എന്നല്ല. അത് ഇതിലും ഇച്ചിരി തിക്കായിരിക്കും, ഒരു പീസ് തന്നെ. അത് ഈ മാനുവൽ കട്ടിങ് ആണ് കേട്ടോ ബ്രെഡ് ഉണ്ടാക്കി വെച്ചാൽ. അതിനാണ് ഈ പച്ചറൊട്ടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് വേറൊരു ഇതും കൂടെ. അന്ന് എൻ്റെയൊക്കെ കല്യാണ നിശ്ചയത്തിന് ബ്രെഡ് സ്റ്റൂ ഒരു ഐറ്റമായിരുന്നു. അപ്പം ബ്രെഡ് സ്റ്റൂ എന്നാണ് പറയണത്, പക്ഷെ പച്ചറൊട്ടി അത് അത്രയും തിക്കായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇപ്പം അതില്ലാന്ന് തോന്നണം, അറിയില്ല. മാനുവൽ കട്ടിങ് അല്ലേ? അത് തന്നെ മാനുവൽ കട്ടിങ്. ഇതിപ്പം മെഷീൻ കട്ടിങ് ആയി വളരെ തിന്നായിട്ട്. അപ്പം ഇത് ഇതിൽ വെക്കാവോ? ഇപ്പം വെക്കുവാണേ, ഇനി കഴിച്ച് കാണിക്കാം. ഇത് തുറന്ന് കാണിക്കണ്ടല്ലോ? വേണ്ട, നമ്മളിപ്പോൾ കണ്ടല്ലോ. ബട്ടറും ജാമും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് വളരെ നല്ലതാണ്. ജാമും വളരെ ടേസ്റ്റിയാണ്. തിക്ക് സ്വീറ്റ് ആയതുകൊണ്ടാണ് ജാം കുറച്ച് പരട്ടിയേക്കണം കേട്ടോ. നല്ല തിക്ക് സ്വീറ്റാണ് സ്ട്രോബെറിയുടെ, നല്ല അടിപൊളി. അപ്പം കഴിക്കട്ടെ.